ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ടെസ്റ്റിന് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ സ്പീഡിൽ ഏതൊരു സംഖ്യ നമുക്ക് 11 കൊണ്ട് ഗുണിക്കാൻ ഉള്ള എളുപ്പ വഴി പറയുകയാണ്. അപ്പോൾ 35 × 11. അപ്പോൾ ഈ ലാസ്റ്റിലെ 5 ഇവിടെ അങ്ങ് എഴുതുക, 5. പിന്നെ ഈ 5ഉം 3ഉം കൂടെ കൂട്ടി ഇവിടെ എഴുതുക, 8. ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടി എഴുതുക. പിന്നെ ഈ ആദ്യമുള്ള ഈ സംഖ്യ എഴുതുക. ഇതാണ് ഉത്തരം. അടുത്തത് 263 × 11. അതായത് ിലുള്ള 3 ഇവിടെ അങ്ങ് എഴുതുക, 3. പിന്നെ 6 3ഉം കൂടെ കൂട്ടി എഴുതുക, 9. പിന്നെ 6ഉം 2ഉം കൂടെ കൂട്ടി എഴുതുക, 8. പിന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന സംഖ്യയും കൂടെ എഴുതുക, 2893. അതാണ് ഉത്തരം. 514 × 11. അതായത് 4 ഇത് എഴുതുക, ആദ്യം 4 1ഉം കൂടെ കൂട്ടി 5, അതിവിടെ എഴുതി. പിന്നെ 5ഉം 1ഉം കൂടെ കൂട്ടി ഈ രണ്ട് സംഖ്യകൾ കൂട്ടി അടുത്തോട്ട് നീക്കി എഴുതിയാൽ മതി. 4 ഇവിടെ എഴുതി, 4 അങ്ങനെ തന്നെ എഴുതി. 4 1ഉം കൂടെ കൂട്ടി 5, 5 1ഉം കൂടെ കൂട്ടി 6. പിന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആ സംഖ്യ 5. അപ്പോൾ 11 കൊണ്ട് ഗുണിച്ച് 5656 ഗുണിക്കാതെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3263 × 11. അപ്പോൾ ആദ്യം ഈ 3 അങ്ങ് എഴുതി, 3. ഇവിടെ ഏതാണോ അത്. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി, ഈ സംഖ്യ രണ്ടും കൂടെ കൂട്ടിയാൽ 6 3 9. ഇനി ഈ സംഖ്യ രണ്ടും കൂടെ കൂട്ടുക, അടുത്തോട്ട് ഈ രണ്ട് സംഖ്യ എടുത്ത് കൂട്ടിയാൽ മതി. 6ഉം 2ഉം കൂടെ കൂട്ടിയാൽ 8, 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5. പിന്നെ ഈ ഏറ്റവും ആദ്യമുള്ള ആ സംഖ്യ 3, അതായത് 35893. ഇനി റിമൈൻഡർ കൂട്ടുമ്പോൾ റിമൈൻഡർ വരുന്ന സംഖ്യ നോക്കാം. ഇവിടെ 5 എഴുതുക, ആദ്യം ഈ 5 ഇവിടെ എഴുതുക. പിന്നെ 7 5ഉം 12, 12ന് 2 എഴുതുക, അവശിഷ്ടം 1 ഉണ്ട്. ഈ 7 5ഉം 12, 12ന് 2 എഴുതുക, അവശിഷ്ടം 1. ഇനി 3 7, 7 3. ഇനി അടുത്തോട്ട് ഈ രണ്ട് സംഖ്യ എടുക്കുക. 7 3 10, 10ഉം ശിഷ്ടം 1 കൂടെ 11, 11ന് 1 ശിഷ്ടം 1. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ ഏതാണ്? 3. ആ ശിഷ്ടം 1 കൂടെ കൂട്ടി ഇവിടെ എഴുതുക, 4, 4125. ഇനി 287 × 11. ഇവിടെ റിമൈൻഡർ വരുന്ന ആ റിമൈൻഡർ എടുത്ത് ഇങ്ങോട്ട് കൂട്ടണമെന്നേ ഉള്ളൂ. ഇവിടെ ആ 7 എടുത്ത് എഴുതുക. പിന്നെ 8 7ഉം 15, 15ന് 5 എഴുതുന്നു, റിമൈൻഡർ 1. ഇനി 8 2ഉം 10, 10ൻ്റെ കൂടെ ആ റിമൈൻഡർ 1 കൂടെ കൂട്ടുന്നു, 11 ശിഷ്ട 1. ഇനി ഇവിടെ 2ആണ് ഇവിടെ ഉള്ളത്, അതിൻ്റെ കൂടെ ആ ശിഷ്ടം 1 കൂടെ കൂട്ടി ഇത് എഴുതുക. അതുപോലെ ഈ 8 ഇവിടെ എഴുതുക. പിന്നെ 8ഉം 2ഉം 10, 10ന് 0 കൊടുക്കുക, ശിഷ്ടം 1. ഇനി 7ഉം 2ഉം ഈ രണ്ട് സംഖ്യ എടുക്കുക. 7ഉം 2ഉം 9, 9ഉം ആ ശിഷ്ടം 1 കൂടെ കൊടുക്കുമ്പോൾ 10, 10ന് 0 ഇടുക. പിന്നെ ശിഷ്ട 1 ഉണ്ടായിരുന്ന സംഖ്യ എഴുതുക, അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുക. ശിഷ്ടം എപ്പോഴും കൂട്ടി എഴുതാം. ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴിയാണ് പറയുന്നത്. 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 2/7 അറിഞ്ഞുകൂടാത്ത എക്സ് കൂട്ടുമ്പോൾ 1 കിട്ടുന്നു. അതായത് എക്സ് ഇതിനെ 1ന് പകരം നമുക്ക് 7/7 എന്ന് എഴുതാം. ഇവിടെ ഛേദം എത്രയാണോ അതിനനുസരിച്ച്. ഇവിടെ 2/4 ആയിരുന്നു, 4/4 എന്ന് എഴുതിയാൽ. 2/5 ആണ്, 5/5 എന്ന് എഴുതിയാൽ 1ന് പകരം. ഇവിടെ എക്സ് സമം ഇവിടെ 7/7 നിന്ന് ഈ കൂടെ കിടക്കുന്ന ഇപ്പുറത്ത് വരുമ്പോൾ -2/7. അതായത് 7 - 2/7. ഛേദം ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ ക്രിയ ചെയ്താൽ മതി. 5/7, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5/7. 2/7 പ്ലസ് അറിഞ്ഞുവിടാത്ത എക്സ് സമം 1. 1ന് വരെ നമ്മൾ 7/7 എന്ന് എഴുതുന്നു. എക്സ് സമം 7/7 - 2/7 സമം 7 - 2/7. അതായത് ഛേദം ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ ക്രിയ ചെയ്താൽ മതി. 5/7, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x/y കാണാൻ എക്സിൻ്റെ 15%, x × 15/100 സമം വൈയുടെ 40%, 40/100. ഈ 100 സമത്തിന് ഇടതുവശവും വലതുവശവും ആയതുകൊണ്ട് ഒരുപോലെ അടിയിൽ വന്നേക്കുന്നതുകൊണ്ട് ക്യാൻസലാക്കാം. അതായത് 15x സമം 40y. നമുക്ക് x/y കണ്ടാൽ മതി. x/y കണ്ടാൽ x/y കാണാം. അതായത് എക്സിൻ്റെ 15% എന്ന് പറയുന്നത് 15/100. 15% എന്ന് പറയുന്നത് വൈയുടെ 40%, 40/100. അതായത് ഈ 100ഉം കൂടെ അങ്ങ് വെട്ടാം. 15xൻ്റെ വില 40y ആണ്. ഇനി ഇവിടെ ഈ x/yയുടെ വില കണ്ടാൽ ഇതിനെ രണ്ടിനെയും y വെച്ച് ഹരിക്കുക. 15x/y സമം 40y/y. ഈ y ക്യാൻസൽ ആകും. അതായത് x/yയുടെ വില x/y
8/3. x/y 8/3. അതായത് 15x-ൻ്റെ വില 40y. 15x-ൻ്റെ വില 40y. അങ്ങനെയാണെങ്കിൽ x/y കാണാൻ x-നെ അങ്ങ് y വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 15x/y = 40y/y. അപ്പോൾ വൈയും വൈയും കട്ടാകും. 15x/y-യുടെ വില 40. അങ്ങനെയാണെങ്കിൽ x/y-യുടെ വില കാണാൻ കൂടെ കിടക്കുന്ന 15 ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. അതായത് 40/15 5 വെച്ച് കട്ട് ചെയ്യുക. 8 3 8:3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 8:3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. x/y എന്ന് പറഞ്ഞാൽ 8/3. അപ്പോൾ x/y എന്ന് പറയുന്നത് 8:3 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബഹുഭുജത്തിൻ്റെ ബാഹ്യകോൺ 45 ഡിഗ്രി. ഒരു കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ഒരു ബാഹ്യകോണിൻ്റെ അളവ്. ഒരു ബാഹ്യകോൺ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 45 ഡിഗ്രി. ബാഹ്യകോണുകളുടെ തുക സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ ആകെത്തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബാഹ്യകോണുകളുണ്ട്? ബാഹ്യകോണുകളുടെ എണ്ണം കാണാൻ ഈ 360-നെ 45 വെച്ച് ഹരിച്ചാൽ മതി. അതായത് 8 കിട്ടും. അപ്പോൾ ആകെ എത്ര ബാഹ്യകോണുകളുണ്ട്? 8. അതായത് ഒരു ബാഹ്യകോൺ 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക, അതായത് സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ബാഹ്യകോണുകളുടെ എണ്ണം കാണാൻ 360-നെ 45 വെച്ച് ഹരിക്കുക. അതായത് 8 കിട്ടും. ബാഹ്യകോണുകൾ എണ്ണം 8ആണ്. സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ എണ്ണവും വശങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കും. അതായത് ഇവിടെ എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 8. ഈ 360-നെ 45 വെച്ച് ഹരിച്ചാൽ മതി. ഒരു ബാഹ്യകോൺ 45 ഡിഗ്രിയാണ്. ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക, സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. അപ്പോൾ 360-നെ 45 കൊണ്ട് ഹരിച്ചാൽ ബാഹ്യകോണുകളുടെ എണ്ണം കിട്ടും. 360-നെ 45 കൊണ്ട് ഹരിച്ചാൽ ബാഹ്യകോണുകളുടെ എണ്ണം കിട്ടും. അതായത് 8 കിട്ടും. ഒരു സമബഹുഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ എണ്ണവും വശങ്ങളുടെ എണ്ണവും എപ്പോഴും തുല്യമായിരിക്കും. അതായത് ഇത് എത്ര വശങ്ങളുണ്ട്? 8. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം ഫലപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.